നാഥനാരാധന. യാക്കോബിൻ ദൈവമേ ആരാധന. ഇസഹാക്കിനിടയനെ ആരാധന. ആരാധന 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 ആരാധന. ആത്മാവിലായിരം മുറിവുണക്കിടുന്ന ആത്മീയ നിമിഷമീ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമീ ആരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് സ്വർഗം വിട്ടിറങ്ങി ജീവിക്കുന്ന ദൈവമായി അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ, ഞങ്ങളുടെ കൂടെ നടക്കുവാൻ, ഞങ്ങളുടെ ഒപ്പമായിരിക്കുവാൻ സർവശക്തനായ ദൈവം തിരുവോസ്തിയിൽ നമ്മോടൊപ്പം ഇറങ്ങി വന്നിരിക്കുന്നു. ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും അനുഭവിച്ചറിയുവാൻ പാപികളും ബലഹീനരുമായ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുവാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കുവാൻ അയോഗ്യരായ ഞങ്ങളെ അവിടുന്ന് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനോർ നന്ദി പറയുന്നു. ദീപികാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ യോഗ്യതയില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുവാനായിട്ട് സ്വയം ശൂന്യനായി അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് ജീവിക്കുന്ന ദൈവമായി എഴുന്നള്ളി വന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഈശോയെ, ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് സക്രാരിയായി ചലിക്കുന്ന സക്രാരിയായി ഞങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിലും വ്യക്തികളിലും കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ അങ്ങയുടെ സജീവ സാന്നിധ്യം അനുഭവിക്കുവാൻ കൊടുക്കുവാൻ ബലഹീന പാത്രങ്ങളായ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദീപികാരൻ്റെ നാഥന്റെ മുമ്പിലേക്ക് ശൂന്യത നിറഞ്ഞ നമ്മളുടെ ജീവിതങ്ങളെ, പാവം നിറഞ്ഞ നമ്മുടെ ജീവിതങ്ങളെ ഏറെ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കുവാൻ ഒരു ദിവസം ഞങ്ങൾക്ക് നൽകി. യോഗ്യതയില്ലാഞ്ഞിട്ടും ഈ ഒരു ദിവസം ഈശോടൊപ്പം ആയിരിക്കുവാൻ, ഈശോടൊപ്പം ജീവിക്കുവാൻ, അവിടുന്ന് നൽകുന്ന നന്മകളെ ഓർത്ത് നന്ദി പറയുവാൻ, ഇത്രയും നാള് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുഗ്രഹം തന്ന നമ്മുടെ കർത്താവിനെ ഒരു നിമിഷം നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നമുക്ക് നൽകിയ സ്വരവും കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട്
ഈശോയെ ഒന്ന് നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ കടന്നു പറയണമേ, ഈശോയെ ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ ഈശോയെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നീ തൊടണമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യത നിറഞ്ഞ മേഖലകളിൽ ഈശോ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ഉത്കണ്ഠകളിലേക്കും പ്രയാസങ്ങളിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും കർത്താവെ നീ കടന്നു വരണമേ എന്ന് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും വേദനകളെയും ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആകുലതകളിലേക്ക് ഈശോയെ കടന്നു പറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശ്വരാധന, ഈശ്വരാധന, ഈശ്വരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശ്വരാധന, 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 ഈശ്വരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് നിന്നുകൊണ്ട്, ഭൂമിയിലെ മക്കളായി നമുക്കൊന്ന് ചേർന്ന് നിന്നുകൊണ്ട്, വിശുദ്ധരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ത്രിത്വത്തെ ഏറെ സ്നേഹത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിക്കുന്ന പരിശുദ്ധ പരമദീപികാരണത്തെ സ്നേഹപൂർവ്വം നോക്കിക്കൊണ്ട്, ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈശോയെ ഈ നാളുകളിലൊക്കെ ഞങ്ങളെ നയിച്ച അത്ഭുതകരമായ എല്ലാ സാഹചര്യങ്ങളെയും ഈശോയുടെ തിരുമുമ്പിലേക്ക് സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി ഈശോയെ സ്വതന്ത്രമായി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരാധന, 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 ഈശ്വരാധന. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ ത്രിത്വത്തെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ദൈവപിതാവിന് ആരാധനയേകാം, ദൈവപിതാവിന് ആരാധനയേകാം. ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഹൃദയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടിപ്പോഴ്ത്താം. ദൈവപിതാവിന് ആരാധനയേകാം, ദൈവപിതാവിന് ആരാധനയേകാം. യേശുനാഥനെ ആരാധിച്ചിടാം, യേശുനാഥനെ ആരാധിച്ചിടാം. ത്രിയേക ദൈവത്തെ ആരാധിച്ചിടാം, ത്രിയേക ദൈവത്തെ ആരാധിച്ചിടാം. മാലാഖമാരൊപ്പം ആരാധിച്ചിടാം,
മാലാകമാരൊപ്പം ആരാധിച്ചിടാം, വിശുദ്ധരോടൊപ്പം ആരാധിച്ചിടാം, വിശുദ്ധരോടൊപ്പം ആരാധിച്ചിടാം. ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം, ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം, ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം, ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം. സ്തുതികൾ പാടി ആരാധിച്ചിടാം, സ്തുതികൾ പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മോട് കാണിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താനും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മെ എടുത്തുയർത്തുവാൻ വേണ്ടി ഇതാ പരിശുദ്ധമായ അൽത്താരയില് പരിശുദ്ധ കുർബാനയായി മാറിയവൻ നമ്മോടൊപ്പം മാത്രമായിരിക്കുവാൻ, നമ്മെ ചേർത്ത് പിടിക്കുവാൻ, നമ്മെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, നമ്മുടെ വേദനകളും നൊമ്പരങ്ങളും ഇതാ നമ്മോടൊപ്പം മാത്രമായിരിക്കുന്ന നല്ല തമ്പുരാൻ. നമുക്കൊരു നിമിഷം സന്തോഷപൂർവ്വം ആ ദിവ്യകാരുണ്യത്തെ ഒന്ന് നോക്കാം. എന്നോടുള്ള സ്നേഹം എത്ര വലിയൊരു സ്നേഹമാണ് അവിടുന്ന് എന്നോട് കാണിക്കുന്നത്. ഈ മണിക്കൂർ നമുക്ക് വേണ്ടി മാത്രം അവിടുന്ന് ഒരുക്കി തന്നു. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ സാധ്യമല്ല. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരാ, പിതാവ് തെരഞ്ഞെടുത്തവരാ. ഈ മണിക്കൂറിനെ ഓർത്ത് നമുക്ക് തമ്പുരാനെ നന്ദി പറയാം. അർഹിക്കുന്നതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തുന്ന നല്ല തമ്പുരാൻ, നാം എത്രയേറെ പാപം ചെയ്താലും നമ്മിൽ നിന്ന് അകന്നു പോകാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന നല്ല തമ്പുരാൻ. 100 ആടുകളുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ ഓടുന്ന നല്ലൊരിടയൻ. ഒരു പക്ഷേ ഈ നഷ്ടപ്പെട്ട ഒരാട് ഞാനോ നിങ്ങളോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. എന്നാൽ തമ്പുരാൻ അത് വിലപ്പെട്ടതാ, തമ്പുരാന്റെ സ്വന്തമാ. കാരണം അവൻ വില കൊടുത്ത് വാങ്ങിയതാ, തൻ്റെ ജീവൻ കൊടുത്ത് നേടിയതാ. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. ആ നല്ല തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഈ ഇടവകയെയും ഈ ഇടവകയുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ചേർത്ത് വെക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെയൊക്കെ ആഗ്രഹം കുഞ്ഞുങ്ങൾ വളർന്ന് നല്ല നിലയിലാകണമെന്നല്ലേ? നമുക്ക് തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പരിശുദ്ധ അമ്മയെ സ്വർഗം വിശ്വസിച്ച് ഈശോയെ കൂടുതൽ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ തമ്പുരാൻ നിങ്ങളുടെ കരങ്ങളിൽ വെച്ച് തന്നിരിക്കുക. വളർത്തുവാന്, നേരായ വഴിയിലൂടെ നയിക്കുവാന്, തമ്പുരാനിലേക്ക് അടുപ്പിക്കാന്. ഈ നിമിഷങ്ങളിൽ അതിനൊന്നും സാധിക്കാതെ പോയ നിമിഷമുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം. കർത്താവേ, നല്ലൊരു മാതൃകയാകുവാൻ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പറ്റിയിട്ടില്ലെങ്കിൽ, കുഞ്ഞുങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, തമ്പുരാനിലേക്ക് ചേർത്ത് നിർത്താൻ കുഞ്ഞുങ്ങളെ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം. പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കളെയും നമുക്ക് ചേർത്ത് വെക്കാം. അവരായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും നമുക്കൊന്ന് സമർപ്പിക്കാം. അവർ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളെയും, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ തലങ്ങളെയും നമുക്ക് വെച്ചു കൊടുക്കാം. തമ്പുരാനെ, അങ്ങേക്കെല്ലാം അറിയാം, അങ്ങെല്ലാം കാണുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ അങ്ങേക്ക് അറിയാം. ഒരുപക്ഷെ മക്കൾ പഠിച്ചിട്ട് ഓർമ്മയിലിരിക്കാതിരിക്കുന്ന അവസ്ഥകൾ, ഏകാഗ്രതയില്ലാത്ത അവസ്ഥകൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ എല്ലാം നമുക്ക് വെച്ചു കൊടുക്കാം. തമ്പുരാനെ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടാൻ പറ്റുള്ളൂ.
അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങളും സമർപ്പിക്കുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങൊന്ന് തൊടണമേ, അങ്ങൊന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. നല്ല തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരേ മനസ്സോടെ ഒരേ ആഗ്രഹത്തോടെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കുഞ്ഞുങ്ങളെ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹത്തോടെ ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ 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 വരണേ. നമുക്കിരിക്കാം. യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന നല്ല തമ്പുരാനെ, എന്നും ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് വലിയ ഉറപ്പ് നൽകിക്കൊണ്ട് ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അങ്ങയുടെ വലിയ കരുണയെ, സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ അവിടെ ബുദ്ധിയുടെ എല്ലാ തലങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ശിരസ്, കണ്ണുകളെ നമുക്ക് സമർപ്പിക്കാം. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങള് വിശുദ്ധിയോടെ കാണേണ്ടത് പലതും കാണാതെ എന്തെങ്കിലുമൊക്കെ അശുദ്ധി നിറഞ്ഞത് വീഡിയോസോ എന്തെങ്കിലുമൊക്കെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളെ അങ്ങ് കഴുകണമേ. അവിടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഒരു പക്ഷേ പഠിക്കുവാനിരിക്കുമ്പോൾ അങ്ങനെയുള്ള പല ചിന്തകളും ഒക്കെ ആയിരിക്കാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേട്ടയാടുന്നത്. ഏകാഗ്രതയോടെ പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ എല്ലാം ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. തമ്പുരാനെ, ഈ നിമിഷം
കുഞ്ഞുങ്ങളെ ശിരസ്സുകളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കഴുകണമേ നാഥ, കഴുകണമേ, തിരുരക്തത്താലിവരെ കഴുകണമേ. ചേർന്ന് പാടാ. കഴുകണമേ നാഥ, കഴുകണമേ, തിരുരക്തത്താലിവരെ കഴുകണമേ. കുഞ്ഞുങ്ങളുടെ കാതുകളെ നമുക്ക് സമർപ്പിക്കാം. നല്ലത് കേട്ട് വളരേണ്ട കാതുകൾ. ആവശ്യമില്ലാത്ത പലതും കേൾക്കുവാൻ അവയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പലതും കേൾക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ കാതുകൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നല്ല തമ്പുരാനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാതുകളെ വിശുദ്ധി നിറയ്ക്കണമേ, കാതുകളെ അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കഴുകണമേ നാഥ, കഴുകണമേ, തിരുരക്തത്താലിവരെ കഴുകണമേ. കഴുകണമേ നാഥ, കഴുകണമേ, തിരുരക്തത്താലിവരെ കഴുകണമേ. ഈശോയെ, കുഞ്ഞുങ്ങളുടെ ആദരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ലത് പറയുവാൻ വേണ്ടി അങ്ങ് കൊടുത്ത സംസാരശേഷി നല്ലത് പറയുവാൻ ഉപയോഗിക്കാതെ ചീത്ത വാക്കുകളൊക്കെ അവരുടെ ആദരങ്ങളിലൂടെ സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഈശോയോട് മാപ്പ് പറഞ്ഞ് ആദരത്തെ വിശദീകരിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കഴുകണമേ നാഥ, കഴുകണമേ, തിരുരക്തത്താലിവരെ കഴുകണമേ. കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. മനസ്സിന്റെ എല്ലാ അവസ്ഥകളെയും നമുക്ക് സമർപ്പിക്കാം. ഹൃദയത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാതെ മറ്റാരെങ്കിലും ഒക്കെ ആ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. അത് പ്രമാണ ലംഘനമാണ്. തമ്പുരാന് മാത്രമേ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ പാടുള്ളൂ. നമ്മുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ആരോടെങ്കിലുമൊക്കെ തെറ്റായ രീതിയിലൊക്കെ നമുക്കൊരു സ്നേഹബന്ധങ്ങളൊക്കെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വസ്തുക്കളോടൊക്കെ നമുക്ക് വേണ്ടാത്ത ആഗ്രഹങ്ങളൊക്കെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം തമ്പുരാന്റെ മുമ്പിൽ വിളിച്ചു കൊടുത്തുകൊണ്ട് ഈശോയെ എൻ്റെ ഹൃദയത്തെ കഴുകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മനസ്സും ശരീരവും ആത്മാവും കുരിശിലെ രക്തത്താൽ കഴുകണമേ. മനസ്സും ശരീരവും ആത്മാവും കുരിശിലെ രക്തത്താൽ കഴുകണമേ. കഴുകണമേ നാഥ, കഴുകണമേ, തിരുരക്തത്താലിവരെ കഴുകണമേ. നമുക്ക് കുഞ്ഞുങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കാം. പരീക്ഷയൊക്കെ എഴുതുവാൻ വേണ്ടിയുള്ള കരങ്ങളാണ്, അനുഗ്രഹിക്കാനുള്ള കരങ്ങളാണ്. എന്നാൽ പലപ്പോഴും പാപത്തിന്റെ മേഖലകൾക്ക് വേണ്ടി, പാപം ചെയ്യുവാൻ വേണ്ടി ആ കരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം. എത്രയോ കുഞ്ഞുങ്ങൾ ഈ ഭൂമി ജനിച്ചു വീഴുമ്പോൾ കൈകളില്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പം തമ്പുരാൻ നമ്മളെയൊക്കെ എത്രയധികമായിട്ടാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. തമ്പുരാൻ തന്ന ഈ കരങ്ങളെ നീട്ടി നമുക്ക് തമ്പുരാനോട് കഴുകണമേ, വിശദീകരിക്കണമേ എന്ന് ആഗ്രഹിച്ച് പാടി കഴുകണമേ നാഥ, കഴുകണമേ, തിരുരക്തത്താലിവരെ കഴുകണമേ. നല്ല തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ പാദങ്ങളെ സമർപ്പിക്കാം. ഓടി നടക്കുവാൻ 2 പാദങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ലോകത്ത് എത്രയോ മക്കളൊന്നും നടക്കുവാൻ സാധിക്കാതെ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കാതെ എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ തമ്പുരാൻ നമ്മളോട് എത്ര കാരുണ്യ കാണിച്ചിരിക്കുന്നത്. പലപ്പോഴും ഞാൻ മടി പിടിച്ച് ദേവാലയത്തിലേക്കൊന്നും വരാതെ മടി പിടിച്ചിരുന്ന എത്രയോ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, ഓടി നടക്കാൻ തന്നെ കാലം ഉപയോഗപ്പെടുത്താതെ
ഞാൻ ഇരുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം. തമ്പുരാനെ, അങ്ങ് നൽകിയ പാദങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴുകണമേ നാഥ, കഴുകണമേ, തിരുരക്തത്താലിവരെ കഴുകണമേ. നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാ എന്ന വചനം പറഞ്ഞു വെക്കുക. നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ടതാ. തമ്പുരാൻ നൽകിയിരിക്കുന്ന ഈ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം. തമ്പുരാനെ, തെറ്റുപറ്റി. ഏത് പാവിയും സ്നേഹിക്കുന്ന തമ്പുരാനെ പാപത്തെ വെറുക്കുകയും പാവിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ലൊരു തമ്പുരാൻ നമുക്കുള്ളപ്പോൾ എന്തിനാ നമ്മൾ പേടിക്കുന്നേ? ആ തമ്പുരാന്റെ മുമ്പിലെ വിശുദ്ധിയോടെ നമ്മുടെ ശരീരത്തെ വെച്ചു കൊടുത്തുകൊണ്ട് വിശുദ്ധീകരിക്കണമേ, കഴുകണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. കഴുകണമേ നാഥ, കഴുകണമേ, തിരുരക്തത്താലിവരെ കഴുകണമേ. മനസ്സും ശരീരവും ആത്മാവും കുരിശിലെ രക്തത്താൽ കഴുകണമേ. കഴുകണമേ നാഥ, കഴുകണമേ, തിരുരക്തത്താലിവരെ കഴുകണമേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ വചനഭാഗമായിരുന്നു. നമുക്ക് തിരുവചനഭാഗം തമ്പുരാൻ നൽകിയ വചനത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാവിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സക്കേവൂസ് എന്ന വ്യക്തി യേശുവെ കാണുവാന് ആഗ്രഹിക്കുന്നു. അവന്റെ ഈ ആഗ്രഹം അവൻ ആരുമായിട്ട് പങ്കുവെച്ചിട്ടില്ല. താൻ യേശുവെ കാണുന്നത് മറ്റാരും കാണരുത് എന്നും അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ആരും കാണാതെ യേശു കടന്നു പോകുവാനിരുന്ന വഴിയെ മുൻപേ ഓടി അവൻ ഒരു മരത്തിൻ മുകളിൽ കയറിയിരുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന തമ്പുരാന്, അവന് ഹൃദയത്തിലെടുത്ത തീരുമാനം കണ്ടറിയുന്ന ഒരു തമ്പുരാനെ നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. യേശു ജനക്കൂട്ടത്തിനോടൊപ്പം ആ വഴിയെ കടന്നു പോകുമ്പോൾ ആരാരും കാണാതെ ഒളിച്ചിരുന്ന സക്കേവൂസിനെ വിളിച്ച് തന്നോടൊപ്പം നിർത്തുന്നു നമുക്ക് കാണാം. തമ്പുരാനെ ഈ വചനത്തിലൂടെ ഒരു കാര്യം വ്യക്തമാക്കുക. തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ദൂരെ നിന്നല്ല അനുഗമിക്കേണ്ടത്, തന്നോട് ചേർന്ന് നിന്ന തമ്പുരാന്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൂരങ്ങളിൽ നിന്ന് നമ്മൾ അവിടുത്തെ നോക്കി കണ്ടാല് ഒരു പക്ഷേ നമ്മൾ വിട്ടുപോയേക്കാം. കൂടെ നിൽക്കേണ്ടവന്റെ കൂടെ നിന്നില്ലെങ്കിൽ കൂട്ടം വിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ തമ്പുരാൻ
സഖേവുസിനെ തന്നോട് ചേർത്ത് നിർത്തുന്നത് നമുക്ക് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നു. ഒപ്പം സഖേവുസിനോട് കൂടെ യാത്ര ചെയ്യുന്ന തമ്പുരാൻ, ഒരു പൂ ചോദിച്ച പൂക്കാലം നൽകുന്ന തമ്പുരാൻ, അവനൊന്ന് കാണാനേ ആഗ്രഹിച്ചുള്ളൂ. എന്നാല് കൂടെ നടക്കുവാന്, അവന്റെ വീട്ടിലേക്ക് ചെല്ലുവാന്, അവനെ അനുഗ്രഹിക്കാൻ എല്ലാം ആഗ്രഹിക്കുന്ന നല്ലൊരു തമ്പുരാൻ സക്കേവൂസിന്റെ കൂടെ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ആ നിമിഷം വരെ തമ്പുരാന് ആ മകനെ ഒന്ന് അനുഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും പറയുകയോ ചെയ്യുന്നതായിട്ട് തിരുവചനം സൂചിപ്പിക്കുന്നില്ല. എന്നാല് തമ്പുരാനോട് ചേർന്ന് നിന്നപ്പോൾ, ആ ഹൃദയം തമ്പുരാനിലേക്ക് അടുത്തപ്പോൾ അവന്റെ ഹൃദയത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാവുകയാണ്. അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങണമെങ്കിൽ അനുതാപം ആവശ്യമാണെന്ന് ഈ വചനം തിരിച്ചറിയിക്കുന്നു. ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നു. യേശു സാന്നിധ്യം നിറഞ്ഞു നിന്ന സമയം സക്കവൂസ് ഏറ്റു നിന്നിട്ട് പറയുന്നു, എൻ്റെ ഞാൻ മറ്റാരുടെക്കോ വക വഞ്ചിച്ചെടുത്ത ഇത്രയും വലിയ ആളായത്, അതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കാം 4 ഇരട്ടി. എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. അവൻ വലിയൊരു കുമ്പസാരം, പരസ്യ കുമ്പസാരമാ ഈ വചനത്തിലൂടെ നടത്തുന്നത്. അതിനുള്ള പ്രായശ്ചിത്തവും അവൻ തന്നെ കണ്ടെത്തുകയാണ്. ആ നിമിഷം സക്കേവൂസിനെ നോക്കിയിട്ട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്, മകനെ സക്കേവൂസേ, നീ രക്ഷിക്കപ്പെട്ടു എന്നല്ല പറഞ്ഞേ, ഇന്ന് ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെ നോക്കി തമ്പുരാന് പറയാൻ പറ്റും, നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടുവെന്ന്, നിങ്ങളുടെ ഇടവക അനുഗ്രഹിക്കപ്പെട്ടുവെന്ന്, നിങ്ങളെല്ലാം ഒരു അനുഗ്രഹമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തമ്പുരാൻ. ആ തമ്പുരാൻ ഇന്നേ ദിവസം നമ്മെ നോക്കി അനുഗ്രഹിക്കാൻ തക്ക വിധത്തില് നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ തലങ്ങളെയും ഒരിക്കൽ കൂടി വെച്ചു കൊടുക്കാം. പാപത്തിന്റെ എന്തെങ്കിലും മേഖലകള് ഈ നിമിഷം അനുഗ്രഹം ഏറ്റുവാങ്ങാൻ തടസ്സമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് തമ്പുരാനോട് മാപ്പപേക്ഷിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തില് ഇന്ന കുറവുകളുണ്ട്, ഇന്ന പോരായ്മകളുണ്ട്, എല്ലാം നമുക്ക് ഏറ്റുപറയുക. എന്നിട്ട് വേണം ആ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ. നമുക്ക് ആത്മാർത്ഥമായിട്ട് കരുണയുടെ ആ പാട്ട് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. 3 പ്രാവശ്യം നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ എല്ലാ പാപത്തിന്റെ മേഖലകളും വിട്ടുകൊടുത്തുകൊണ്ട് തമ്പുരാന്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് എല്ലാം ഒഴുക്കപ്പെടുവാന്, അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സ്നേഹപൂർവ്വം ചേർത്ത് വയ്ക്കാം. നമ്മളെ പൂർണ്ണമായി അറിയുന്നത് ഈശോ മാത്രമാണ്. വേറെ ആർക്കും നമ്മളെ അറിയത്തില്ല. നമ്മുടെ ജനനം മുതൽ ഇന്നുവരെ നാം കടന്നുപോയ ഓരോ വഴികളും ഈശോ അറിയാതെ കടന്നു പോയിട്ടില്ല. എൻ്റെ ഓരോ ചലനങ്ങളും, ഓരോ നടപ്പും ഇരിപ്പും കിടപ്പും എല്ലാം ഈശോ കാണുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പപ്പായ്ക്കും മമ്മിക്കും അല്ലെങ്കിൽ നമുക്ക് മാത്രം അറിയാവുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടല്ലോ. ചിലപ്പോഴെല്ലാം ഒന്നും നാം നമ്മുടെ മാതാപിതാക്കളോട് പറയാറില്ല. ചിലപ്പോൾ പല പ്രശ്നങ്ങളും സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലൊതുക്കി ഈശോയോട് മാത്രം നമുക്ക് ഈ നിമിഷങ്ങളിൽ പറയാം. ആരും കണ്ടില്ലെന്ന് വിചാരിച്ചാലും സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള ഈശോയുടെ നയനങ്ങൾ ഈ ഭൂമിയിൽ ഓരോ നിമിഷവും പതിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈശോ കാണാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം.
ഏറ്റവും വലിയ സ്കാനിങ് മെഷീൻ തന്നെയാണ് ഈശോയുടെ കണ്ണുകൾ. ഈ നിമിഷങ്ങളിൽ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും ഒക്കെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുക. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നിങ്ങൾ ഈശോയുടെ മുമ്പിൽ തുറന്നു പറയുക. ഈശോയെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ മേഖലകളിലേക്ക് കടന്നു വരണമേ. അങ്ങ് കൂടെ വസിക്കണമേ. നമ്മുടെ ഉത്കണ്ഠകൾ, പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, പഠനത്തെക്കുറിച്ച് ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, അതുപോലെ എന്തായിത്തീരുമെന്നുള്ള നമ്മുടെ ആകുലതകൾ എല്ലാം ഈശോയുടെ തിരുമുമ്പിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് ഒത്തിരിയേറെ അസ്വസ്ഥരായി കടന്നു പോയപ്പോൾ അവര് ഇനി തങ്ങളുടെ ജീവിതത്തിൽ ഒരറ്റവും കണ്ടെത്താൻ പറ്റാതെ, ഇനി ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് അവരിങ്ങനെ രണ്ടുപേര് ഒന്നിച്ച് നടന്നു പോയപ്പോൾ ഈശോ അവരുടെ കൂടെ നടന്നു. അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്തപ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഈശോ കൂടെ വസിക്കുന്നുണ്ട്, കൂടെ നടക്കുന്നുണ്ട്. പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ നടന്നുപോയ എല്ലാ സാഹചര്യങ്ങളിലേക്കും നമ്മുടെ ആകുലതകളിലേക്കെല്ലാം നമുക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നാഥ കൂടെ വസിക്കണമേ നമുക്ക് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഈശോ, ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുമക്കള് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം ക്ലാസ് മുതൽ LKG UKG മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എക്സാമുകൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി എഴുത്ത് പരീക്ഷയ്ക്ക് ഇരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഭയങ്കര അസ്വസ്ഥരാണ് അവര്. ഒത്തിരിയേറെ ഈശോടൊപ്പം വിളിക്കുക, ഈശോയെ കൂടെ വിളിക്കുക. പഠിക്കാനിരിക്കുമ്പോൾ ഈശോ ഞങ്ങളുടെ ഉത്കണ്ഠകളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഏറ്റവും വലിയ അധ്യാപകനാണ് ഈശോ, ഏറ്റവും വലിയ ടീച്ചറാണ് ഈശോ. നമ്മുടെ ജീവിതത്തെ സ്നേഹപൂർവ്വം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നാം പഠിക്കുന്ന സ്ഥലങ്ങളെയും നമ്മുടെ പുസ്തകത്തെ എല്ലാം, പേന ബുക്ക് എല്ലാം ഈശോയുടെ അടുത്തേക്ക് കൊടുത്തുകൊണ്ട്, ഈശോയുടെ അടുത്ത് നമ്മുടെ സീറ്റിൻ്റെ, ഈ നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് ഈശോയെ ചേർത്ത് വെച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഈശോയെ, പഠിക്കാനിരിക്കുമ്പോൾ ഭയങ്കര അലസതയാണ്. പല വിചാരങ്ങൾ കടന്നു വരുന്നു. ഏകാഗ്രതയോടെ പഠിക്കാൻ പറ്റുന്നില്ല. വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലിരിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള എല്ലാ മക്കളും ഈശോയെ സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഇടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് എടുത്ത് മൊബൈൽ കളിക്കുന്ന ഞങ്ങളുടെ ദുസ്വഭാവങ്ങളെ സമർപ്പിക്കാം. ഗെയിം കളിക്കാൻ ഉള്ള ഒരു ടെംപ്റ്റേഷൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശാസിക്കുകയും വഴക്കു പറയുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ദുഃഖവും അവരോടൊരു അകൽച്ചയും വെറുപ്പും ഒക്കെ കടന്നു വരാറുണ്ട്. ഈശോയെ, ഈ നിമിഷങ്ങളിൽ എൻ്റെ വെറുപ്പിൻ്റെ മേഖലകളിലേക്ക്, ദേഷ്യപ്പെടുന്ന അവസ്ഥകളിലേക്ക്, സ്നേഹിക്കാൻ പറ്റാത്ത മേഖലകളിലേക്കെല്ലാം ഈശോയെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. ഈശോയെ, പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു.
ആ അവസ്ഥകളിലേക്ക് ഈശോയെ നമുക്ക് പ്രത്യേകമായിട്ട് ക്ഷണിച്ചു വരുത്താം. പുസ്തകം എടുക്കുമ്പോഴത്തേക്കും ഉറക്കം വരുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, മനസ്സിന് സ്വസ്ഥതയില്ല, ഒരു ഏകാഗ്രമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു പുസ്തകം എടുക്കുമ്പോൾ വേറൊരെണ്ണം പഠിക്കാൻ തോന്നല്, അല്ലെങ്കിൽ ഒരു പാഠം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു പാഠം എടുത്ത് പഠിക്കാനുള്ള തോന്നലുകൾ ഉണ്ടാകുന്നത്, ചില ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല. ഈശോയെ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലെ തൊടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളുടെ കൂടെ വസിക്കണമേ, ഞങ്ങളിലുള്ള തിന്മയുടെ ശക്തികളെല്ലാം ഈശോ ദൂരീകരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ അസ്വസ്ഥതകള്, പഠിക്കാൻ പറ്റാത്ത മേഖലകള്, ബുദ്ധിമുട്ടുള്ള വിഷയം, ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകള് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ കൂടെ ഇരുന്നു കൊണ്ട് ഞങ്ങളെ എല്ലാം പഠിപ്പിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നാദാ കൂടെ വസിക്കണമേ, നാദാ കൂടെ വസിക്കണമേ, നാദാ കൂടെ വസിക്കണമേ, നാദാ കൂടെ വസിക്കണമേ. ഈശോയെ ഒത്തിരിയേറെ പഠിച്ചിട്ടും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയെ നിൽക്കുന്നില്ല. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു നിരാശയാണ്. പെട്ടെന്ന് മറന്നു പോകുന്നു, അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. കർത്താവേ, ഈ നിമിഷങ്ങളിൽ മറവിയുടെ മേഖലകളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു, ഓർമ്മ കിട്ടാത്ത മേഖലകളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈശോയെ പലപ്പോഴും അതൊക്കെ വരുമ്പോൾ പരീക്ഷയിൽ പഠിച്ചു പോയതാണ്, പേപ്പറിൽ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അത് എഴുതാൻ പറ്റുന്നില്ല, ഉത്തരമുണ്ട് പക്ഷെ നാവിൻ തുമ്പിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ അറ്റത്തേക്ക് വരുന്നില്ല, പേനായുടെ അറ്റത്തേക്ക് നിബിലേക്ക് ആൻസറുകൾ കടന്നു വരുന്നില്ല. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് അതിനെ നമുക്ക് സമർപ്പിക്കാം. മറന്നു പോകുന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് ഉത്തരം കിട്ടാത്ത മേഖലകളിലേക്ക്, ഒത്തിരിയേറെ തറവായിട്ട് പഠിച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറ്റാത്ത ഞങ്ങളുടെ ഇരുളടഞ്ഞ മേഖലകളിലേക്ക്, തടസ്സമാകുന്ന മേഖലകളെയെല്ലാം ഈശോയെ ഞങ്ങൾ തടസ്സം മാറ്റി ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ, നീ ഇല്ലാതെ ഞങ്ങൾക്ക് ആശ്രയമില്ല. ഞങ്ങൾ എന്തേരം പഠിച്ചാലും, എത്രയൊക്കെ പഠിച്ചാലും, എത്ര നേരം ഇരുന്ന് വായിച്ചാലും ഈശോ സമയത്ത് ഓർമ്മപ്പെടുത്തി തന്നില്ലെങ്കിൽ എല്ലാം നിഷ്ഫലമാകുമല്ലോ. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ബുദ്ധിയെ നമുക്ക് സ്നേഹപൂർവ്വം ചേർത്ത് വെക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം. കർത്താവെ, മറവിയുടെ മേഖലകളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നീയൊന്നു തൊട്ടാൽ ഇവർ സൗഖ്യമാകും, ഓ യേശുദേവാ ദൈവപുത്ര. നീയൊന്നു തൊട്ടാൽ ഇവർ സൗഖ്യമാകും, ഓ യേശുദേവാ ദൈവപുത്ര. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ മക്കള് നിങ്ങളുടെ അടുത്തില്ല എങ്കിൽ മനസ്സുകൊണ്ട് അവരെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അടുത്തില്ല, പക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ അടുത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, തൊട്ട് സുഖപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിലേക്ക് കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നീയൊന്നു തൊട്ടാൽ ഇവർ സൗഖ്യമാകും, ഓ യേശുദേവാ ദൈവപുത്ര. നീയൊന്നു തൊട്ടാൽ ഇവർ സൗഖ്യമാകും, ഓ യേശുദേവാ ദൈവപുത്ര. നമ്മുടെ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട്, അവരുടെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം.
നമ്മുടെ പാഠപുസ്തകങ്ങൾ, നമ്മുടെ ടൈം ടേപ്പുകൾ, എക്സാമിനായിട്ട് നൽകിയിരിക്കുന്ന ടൈം ടേപ്പുകൾ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഓരോ ദിവസത്തെയും പരീക്ഷയുടെ ടൈം ടേപ്പുകളെ നമുക്ക് കൊടുക്കാം. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. എൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: യേശുവിനെ പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് ശേഷം, യേശു മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ്. തിബേരിയാസിൽ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോവുകയാണ്. വളരെ ആഴത്തിൽ ശ്രദ്ധിച്ചാൽ ഇത് നമ്മുടെ ജീവിതമാണ് എന്ന് കണ്ടെത്താനായിട്ട് പറ്റും. ഈശോ കൂടെ വിളിച്ച് കൂടെ നിർത്തി. പക്ഷേ നിർണായകമായ ഘട്ടത്തിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നിട്ട് തന്നിഷ്ടം പോലെ അധ്വാനിച്ചു. ഒന്നും കിട്ടിയില്ല. ഒരു പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഇതുതന്നെയാണ് നമ്മുടെ ചരിത്രവും. അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ വലിയ ഉത്സാഹത്തോടും താല്പര്യത്തോടും കൂടി പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ പോക്കിൽ യേശുവിനെ മറന്നു, യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നിട്ടും നമ്മൾ അധ്വാനിക്കുക, ഒന്നും കിട്ടുന്നില്ല. എന്നാൽ യേശു ഒരു പ്രത്യേക സ്ഥലത്ത് വലയിടാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്. പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് കർത്താവിനോട്: കർത്താവേ, ഞാൻ വലയിടേണ്ട എൻ്റെ പാഠഭാഗം ഏതാണ്? ഈ പരീക്ഷയ്ക്ക് എന്നെ പഠിപ്പിച്ചിട്ടുള്ള, ഞാൻ പഠിക്കേണ്ട സിലബസിൽ, ഞാൻ പഠിക്കേണ്ട പാഠഭാഗങ്ങളിൽ ഏത് ഭാഗത്ത് ഞാൻ വലയിടണം? കുത്തിപ്പിടിച്ചിരുന്ന യേശുവിനോട് ചോദിക്കുമ്പോൾ കൃത്യമായി യേശു പറഞ്ഞു തരും: ഇന്ന അധ്യായത്തിൽ, ഇന്ന പേജിൽ, ഇന്ന ചോദ്യത്തിൽ നീ വലയിടണം. അപ്പോൾ നിനക്ക് മീൻ കിട്ടും, മാർക്ക് കിട്ടും. വലയിടേണ്ട മേഖലകളെ കർത്താവിനോട് നമുക്ക് ചോദിക്കാം. അന്നത്തെ പ്രഭാതത്തിൽ ഈശോ പ്രാതലൊരുക്കി കാത്തിരിക്കുക. പരീക്ഷയിൽ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ പൊന്നു തമ്പുരാൻ വിജയത്തിൻ്റെ പ്രാതലൊരുക്കി കാത്തിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട്. ഈ പരീക്ഷയുടെ റിസൾട്ട് യേശുവിനെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. കുഞ്ഞുങ്ങളെ വല്ലതും കിട്ടിയോ എന്ന ചോദ്യം ഈ പരീക്ഷയിൽ ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഈശോ പറയുന്ന സ്ഥലത്ത് വലയിടാനും കിട്ടുന്നത് പിടിച്ചു കയറ്റാൻ പാടില്ലാത്ത അത്രയും അധികം പിടിച്ചു കയറ്റാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി തമ്പുരാനോട് യാചിക്കാം. പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവ്, കുർബാനയൊരുക്കി കാത്തിരിക്കുന്ന കർത്താവ് നമ്മുടെ റിസൾട്ടിനായിട്ട് തീരത്ത് കാത്തിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈശോ തൻ്റെ വലിയ സത്യങ്ങളെ പഠിപ്പിക്കുക. ഈ പരീക്ഷ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ തിബേരിയാസിൻ്റെ കടൽ തീരത്തിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ നമ്മൾ പഠിക്കാൻ പോകുന്ന മുറി, മേശ, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പുസ്തകങ്ങൾ, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പേന,
ആ പഠനത്തിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നുണ്ടോ അവയെല്ലാം ഈ നിമിഷം തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കും. ആ വസ്തുക്കളിൽ സ്വാർത്ഥതയുടെ, തിന്മയുടെ, പൈശാചികതയുടെ ഒക്കെ ആവാസമുണ്ടെങ്കിൽ അതിനെയൊക്കെ വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് നിന്റെ മീൻ പിടിക്കാനുള്ള ശിക്ഷയുടെ വലകളാക്കി എല്ലാ ഉപകരണങ്ങളെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എവിടെ വലയെറിഞ്ഞാലും മീൻ കിട്ടും എന്ന വിവേകം, തിരിച്ചറിവ് നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മീൻ കിട്ടുന്ന മാർക്കുമായി തമ്പുരാൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട്, കർത്താവേ, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് നന്ദിയോടെ അറിയിക്കാനുള്ള സാഹചര്യമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സന്മനസ്സുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷാ ദിവസങ്ങളിൽ രോഗങ്ങളും അസ്വസ്ഥതകളുമെല്ലാം നമ്മിൽ നിന്ന് വിട്ടുമാറി ദൂരെ നിൽക്കാൻ, പരീക്ഷയ്ക്ക് പോകുന്ന യാത്രകളിൽ അപകടങ്ങളുണ്ടാകാതിരിക്കാൻ, പരീക്ഷയ്ക്ക് ഹാളിൽ പ്രവേശിക്കുമ്പോൾ ചോദ്യങ്ങൾ തിരിച്ചറിയാൻ, ശരിയായ ഉത്തരമേത് എന്ന് ഓർത്തെടുക്കുന്ന കാര്യങ്ങളെ കൃത്യമായി അവതരിപ്പിക്കുവാൻ, എഴുതുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ സാഹചര്യങ്ങളും വസ്തുക്കളും പേപ്പറോ പേനയോ ഒന്നും പണിമുടക്കാതിരിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷാ ഹാളിൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ അധ്യാപകർ, നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരിക്കുന്നവർ, നമ്മളോടൊപ്പം പരീക്ഷ എഴുതുന്നവർ, അവരെയൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ അനുഗ്രഹിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അനുഗ്രഹം നമ്മിലൂടെ ആയിരിക്കും കൊടുക്കുക. അത് നമുക്ക് അനുഗ്രഹമായി മാറും. പരീക്ഷ എഴുതി കഴിഞ്ഞ് പേപ്പർ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഏൽപ്പിക്കുന്നത് അധ്യാപകരെയാണ്. യേശുവിൻ്റെ തോളിൽ കുരിശ് വെച്ച് കൊടുത്തത് പടയാളികളാണ്. പക്ഷേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകന്നു പോകട്ടെ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചത് ദൈവപിതാവിനോടാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: കുരിശിൽ കർത്താവിൻ്റെ തോളത്ത് വെച്ച് കൊടുത്ത പടയാളികളാണ് എങ്കിലും കർത്താവ് ആ കുരിശിനെ സ്വീകരിച്ചത് ദൈവപിതാവിൻ്റെ തൃക്കരങ്ങളിൽ നിന്നാണ്. ഈ പരീക്ഷ നമ്മൾ എഴുതി ഈ പേപ്പറുകൾ അധ്യാപകരുടെ അടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകണം, ഇത് ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് സമർപ്പിക്കുന്നത് എന്ന്. അപ്പോൾ ദൈവം ആയിരിക്കും നമ്മുടെ പേപ്പറുകൾ സ്വീകരിക്കുന്നതും മാർക്കിടുന്ന അധ്യാപകരെ പ്രചോദിപ്പിക്കുന്നതും ഒക്കെ ദൈവമാകും. അപ്രകാരം സമർപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഈ പരീക്ഷകൾക്ക് ഉടനീളം സഹായിക്കുന്നവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരും നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നവരുമായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം നമ്മുടെ പരീക്ഷയുടെ ഉപകരണങ്ങൾ എല്ലാം ഉയർത്തിപ്പിടിക്കാം. നമുക്ക് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ, പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ, വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ, മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ, നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.